ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടേസ്റ്റി വാട്ടർമെലൺ സോർബറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഡെസേർട്ടാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു 250 ഗ്രാം വാട്ടർമെലൺ സീഡ്സൊക്കെ റിമൂവ് ചെയ്തിട്ട് നല്ല ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കി വെച്ച് ഓവർനൈറ്റ് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വാട്ടർമെലണൊക്കെ മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്തെടുക്കണം, എന്നാലേ ആ സോർബറ്റിൻ്റെ ആ ഒരു ടെക്സ്ചറും ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വാട്ടർമെലണൊക്കെ ഒരു ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത വാട്ടർമെലണിന് മധുരം കുറവാണെങ്കിൽ കുറച്ചുകൂടി അധികം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ വാട്ടർമെലൺ നമ്മൾ നന്നായിട്ട് പേസ്റ്റാക്കി, അല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ല ഫൈൻ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിനെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതിന് ശേഷം ഈ പേസ്റ്റിനെ ഒരു 2 മുതൽ 3 മണിക്കൂർ വരെ ഫ്രീസ് ചെയ്തെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ഈ വാട്ടർമെലൺ സോർബറ്റ് റെഡിയാവും. അപ്പോൾ ഒരു സ്മൂത്ത് ടെക്സ്ചറും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണിത്. അപ്പോൾ നമ്മളിതിനെ നന്നായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ഫ്രീസറിലേക്ക് മാറ്റി ഒരു 3 മണിക്കൂർ ഫ്രീസ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോർബറ്റൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നല്ല സ്മൂത്തായിട്ട് നമ്മുടെ സോർബറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ഐസ്ക്രീമിൻ്റെ പോലത്തെ നല്ല ടെക്സ്ചറും സ്മൂത്തും നല്ല ടേസ്റ്റിയുമാണിത്. അപ്പോൾ നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ സോർബറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.